ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വ്യത്യാസ വേണ്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ വന്ന ചെറുപയറും കപ്പലണ്ടി കൊണ്ടൊരു ലഡുവാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ അടുപ്പ് ഒന്ന് കത്തിച്ച് പയർ വറുത്തെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ചെറുപയറാണ് ഞാൻ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കാം. ഞാൻ വറുത്ത് റെഡിയാക്കി ചെറുപയറൊന്ന് തണുത്ത് കിട്ടാൻ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ടു. ശർക്കരയാണ് ഉരുക്കിയെടുക്കുന്നത്. ഇന്ന് ഞാൻ പഞ്ചസാരയിലല്ല ലഡു തയ്യാറാക്കുന്നത്, ശർക്കരയിലാണ്. അപ്പം ഇതേ കടായിൽ തന്നെ നമുക്കൊന്ന് അടുപ്പ് കത്തിച്ച് നമ്മുടെ കപ്പലിന് ഞാൻ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബദാമും റെഡി ആയിട്ടുണ്ട്. ബദാമും കപ്പലണ്ടിയും ഞാൻ നന്നായിട്ട് ചൂടാക്കി വറുത്തെടുത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇറക്കി വയ്ക്കാം. പയർ നല്ല തണുത്തിട്ടുണ്ട്. ഇതൊന്ന് തോല് കളഞ്ഞ് പൊടിച്ചെടുക്കാം. പയർ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചെറുപയറിൻ്റെ കൂടെ 1 ടീസ്പൂണ് ഏലക്കപ്പൊടി കൂടെ വെച്ചിരിക്കുന്ന ബദാമും കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ കപ്പലണ്ടി, ബദാമും ചെറുപയറും കൂടെ പൊടിച്ചത്. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മധുരത്തിനനുസരിച്ച് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ചേർക്കാം, കുറച്ച് മതി അങ്ങനെ ചേർക്കാം. അപ്പം ഞാൻ ഉരുക്കി വെച്ച ശർക്കര ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിൽ ഇത് ഈസി ആയിട്ട് എളുപ്പം തയ്യാറാക്കേണ്ട ഒരു ലഡുവാണ്. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ പയർ തിന്നാത്തവർക്കും പയർ കുഞ്ഞുങ്ങളൊന്നും തിന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ട് കൊടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് അവർക്ക് നല്ല ലഡു തിന്നാൻ പറ്റും. അപ്പം ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ബാക്കിയെല്ലാം ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറുപയർ ലഡു റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെറുപയറും ബദാമും കപ്പലണ്ടിയും ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇടണമെന്നൊന്നും നിർബന്ധമില്ല. ബദാം ഇരുന്നത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.